കൊന്നിച്ചോ മിനസാൻ നാനോമിഷന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 48ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കിടിലൻ ചാപ്റ്റർ ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാം തന്നെ കിടിലൻ ചാപ്റ്റേഴ്സ് ആണ്. സോ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ സുപ്രീം സേവറിലെ എല്ലാവരും തന്നെ ദ വിൻ വൈറ്റ് ടൈഗറിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സൈഡ്സിൽ നിന്നും അറ്റാക്കി അതിനെ നമുക്ക് തകർക്കണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ മാസീവുള്ള അറ്റാക്ക് ചെയ്തപ്പോഴാണ് അത് തിരിച്ച് ചെറിയൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അവൻ്റെ കൈ നാട്ടിയത് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ കാണുന്നത് കൈയും തലയും ശരീരവും ഒക്കെ പല കഷ്ണങ്ങളായി ചെതറി പോകുന്നതാണ്. ഒരു വട്ടം അവൻ്റെ കൈ നാട്ടിയതിൽ, പക്ഷെ ഇത്രത്തോളം പേര് ഈ സമയത്ത് അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാര്യം അത് കണ്ടപ്പോൾ അവർക്ക് ഒരു കാര്യം ഉറപ്പായി. മാർഷൽ ആർട്സ് വെച്ചുകൊണ്ട് ഇതവർക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പെട്ടെന്നായിരുന്നു അത് ഉച്ചത്തിൽ കിടന്ന് അലറാനായിട്ട് തുടങ്ങിയത്. അത് മാത്രമല്ല, അതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണെന്ന് അവർക്ക് മനസ്സിലായി. കാര്യം വിൻ വൈറ്റ് ടൈഗറായിട്ട് അവന്റെ ചുറ്റിനും ശക്തിയേറിയ ചുഴലിക്കാറ്റുകൾ സൃഷ്ടിക്കാനും തുടങ്ങി. മാർദിക്ക് ആ ചുഴലിക്കാറ്റ് എവിടേക്കാണ് വരുന്ന പറഞ്ഞിട്ട് എല്ലാവരും പുറകിലേക്ക് ഓടുവാണ്. ഈ സമയത്ത് സുപ്രീംസ് പറയുകയും ചെയ്യും, അല്ല, ആ ഒരു കാറ്റങ്ങനാണ് ഇത്ര ഷാർപ്പായിട്ടുള്ളത്. ഇത് ശരിക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും. സത്യം പറഞ്ഞാൽ അതിന്റെ അലർച്ച കേട്ടിട്ട് തന്നെ എനിക്ക് നന്നായിട്ട് പേടി വരുന്നുണ്ട്. എടാ കിളവ, നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിന്റെ അടുത്ത കണ്ണും കൂടെ ഞാൻ കുത്തിപ്പൊളിക്കും കേട്ടാ. ഈ സമയത്ത് ഓരോന്ന് പറഞ്ഞ് അവന്മാർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടാകുന്നുണ്ട്. അവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. ഇത് ഗ്രേറ്റ് പെഗുമായിട്ട് ഫൈറ്റ് ചെയ്ത പോലെയല്ല, ഇത് ശരിക്കും ഡിഫിക്കൽട്ടാണ്. അപ്പോ അതാണല്ലേ ദി ഫോളൻ മിത്തിക്കൽ ക്രീച്ചർ. ആ പറഞ്ഞതായിരുന്നു ദ ബ്ലേഡ് മാസ്റ്റർ. ബ്ലേഡ് മാസ്റ്റർ, താങ്കൾ എവിടേക്ക് എത്തിയോ? ബ്ലേഡ് മാസ്റ്റർ, എൻ്റെ ഓഫർ ഞാൻ താങ്കൾക്ക് നേരുന്നു. ഞാൻ കേട്ടത് അദ്ദേഹം ഓർത്തഡോക്സ് മുർമുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോയെന്നല്ലേ? അതിനർത്ഥം അദ്ദേഹം ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞോ? ബ്ലേഡ് മാസ്റ്റർ, ഈ ഒരു മോൺസ്റ്ററിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും തന്നെ ചെയ്യണ്ട. അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്ത്? അടുത്ത സെക്കൻഡ് അവൻ നേരെ അവിടേക്ക് ചാടി ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് അവരുടെ നേരെ വന്ന ആ ചുഴലിക്കാറ്റിനെ രണ്ടായിട്ട് മുറിച്ചു കളഞ്ഞു. എന്റെ പൊന്നു, എന്താണ് ഞാൻ ഈ കാണുന്നത്? ആ ഒരു ബ്ലേഡ്. പിന്നെ കാണുന്നത് അതിൻ്റെ അകത്തൂടെ അവൻ നേരെ ആ ഒരു മിത്തിക്കൽ ക്രീച്ചറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ വിൻ വൈറ്റ് ടൈഗർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. ആ ഒരു അറ്റാക്കിന്റെ ക്ലാഷ് കാരണം അതിന്റെ കൈ നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. പോയത് മാത്രമല്ല, അത് ബ്ലീഡ് ചെയ്യാനും തുടങ്ങി. ഉച്ചത്തിൽ അത് വേദനിച്ച് അലറുകയും ചെയ്തു. ഇത് കാണുന്നിടത്ത് അവൻ പറയുകയും ചെയ്യും, കോമ്പാക്ട് ഡിവൈൻ, ഇങ്ങനെയാടാ ഞാനിത് നേടിയെടുക്കാനായിട്ട് പോകുന്നത്. യൂണിഫിക്കേഷൻ ഓഫ് ഇന്റേണൽ എനർജി. 20 വർഷത്തിന് മുമ്പ് നീ എന്നെ കാണിച്ചു തന്നത് ഓർമ്മയില്ലെന്നുണ്ട്. അവൻ നേരെ ചാടി വന്നിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നിന്നെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അതൊരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. അടുത്ത സെക്കൻഡ് തന്നെ അതങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നത് അവൻ നേരെ ബാക്കിലേക്ക് തെറിച്ച് പോകുന്നതാണ്. അത്രത്തോളം പവർഫുൾ ആ ഒരു അറ്റാക്ക് ആയിരുന്നു. അതിനുശേഷം അവരെ കൈകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ വരതെടുത്ത് അവരെല്ലാവരും ഞെട്ടി. ബ്ലേഡ് മാസ്റ്റർ സൂക്ഷിച്ച്. പക്ഷേ ആ ഒരു അറ്റാക്ക് അവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ചെറുതായിട്ട് ഫ്രോസ് ആകാനായിട്ട് തുടങ്ങി. അടുത്ത സെക്കൻഡ് ദ വിൻ വൈറ്റ് ടൈഗറിന്റെ കൈയും അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഫ്രീസ് ആവുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. പെട്ടെന്നായിരുന്നു ബ്ലേഡ് മാസ്റ്റർ അവിടേക്ക് ചാടി അതിന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ രണ്ട് ഫോംലെസ് ആയുള്ള ബ്ലേഡ് ക്രിയേറ്റ് ചെയ്തു. നിന്റെ എസൻസ് സ്കോർ അത് ഞാൻ തന്നെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവനാട്ടെ നന്നായിട്ട് വേദനയ്ക്ക് ഉച്ചത്തിൽ കിട്ടുന്ന അലറാനും തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു ഫോംലെസ് ബ്ലേഡിൽ നിന്ന് ആ ഒരു കോൾഡ് സ്പ്രെഡ് ആകാനായിട്ട് തുടങ്ങിയപ്പോഴേക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് അവൻ അങ്ങോട്ട് ചെയ്തു. ഇത് കണ്ട അവൻ ഞെട്ടുകയും ചെയ്തു. ബ്ലേഡ് മാസ്റ്റർ. പിന്നെ കാണുന്നത് ബ്ലേഡ് മാസ്റ്റർ അവിടെ ഉണ്ടാകുന്ന ഒരു ഭിത്തിയിൽ പോയി ഇടിച്ച് നിൽക്കുന്നതാണ്. ഞാൻ ആ ഫോംലെസ്സോടി കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചെറുതായിട്ട് ചോര തുപ്പി നിലത്തേക്ക് ഇട്ടു. നീ എന്തായാലും നല്ലൊരു റെസിസ്റ്റൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സത്യം പറഞ്ഞത് ശരിക്കും ഷോക്കിംഗ് ആണ്. പക്ഷേ ആ ഒരു എസൻസ് സ്കോർ ഉള്ളത് കാരണം തന്നെ എൻ്റെ ഇന്റർലൂൺസ് ഒക്കെ ഓൾറെഡി ഹീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് കുറച്ചുകൂടി ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിനെ ഉറപ്പായിട്ട് കൊല്ലാൻ പറ്റൂ. എന്നാൽ അപ്പോഴാണ് അവൻ ഞെട്ടിത്തരിച്ചു പോയത്. അവൻ നേരെ മുകളിലേക്ക് നോക്കി. അല്ല, ഇതെന്താണ് ഒരു ഓവർവെൽമിംഗ് ഉള്ള എനർജി? അപ്പോ കാണുന്നത് ഒരു മാസീവ് ആളൊരു ഉൽക്ക ഒരു സാധനം നേരെ നിലത്തേക്ക് വരുന്നതായിരുന്നു. അത് വന്നത് വിൻ വൈറ്റ് ടൈഗറിന്റെ നേരെ. അടുത്ത സെക്കൻഡ് അതിന്റെ നെഞ്ചിലേക്ക് അത് തുളച്ച് കേറുകയാണ്.
ഇത് കണ്ട ബ്ലേഡ് മാസ്റ്റർ അമ്പരന്ന് അവിടെ നിന്നുപോയി. വേദന കൊണ്ട് അത് ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം അതിന്റെ ബോധം പതുക്കെ നഷ്ടപ്പെടുകയും അത് നേരെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. ആ വീണപ്പോൾ തന്നെ അവിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. അടുത്ത സെക്കൻഡ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ചുഴലിക്കാറ്റൊക്കെ പതുക്കെ തീരാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ ബാക്കിയെല്ലാവരും പറഞ്ഞു, അല്ല അത് എടാ അത് എസൻസ് സ്കോർ അല്ലേ? ശരിയാണ്, അതാണ് എസൻസ് സ്കോർ. അപ്പൊ ആ വിൻ വൈറ്റ് ടൈഗറിന്റെ എസൻസ് സ്കോർ ഇതാണല്ലേ? നീയൊക്കെ എന്ത് നോക്കി നിൽക്കുവാണ്? എത്രയും പെട്ടെന്ന് അത് പോയി എടുക്കാൻ നോക്ക്. ഇതേ സമയത്താണ് എസൻസ് സ്കോറിന്റെ തൊട്ട് പുറകെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് അവന്റെ കൈ കൊണ്ട് അതങ്ങോട്ട് എടുക്കുകയും നേരെ മുകളിലേക്ക് പറന്ന് പോകുന്നുണ്ട്. അവന്റെ മുഖത്ത് നിന്ന് ആ ഒരു മാസ്ക് പതുക്കെ മാറ്റിയപ്പോഴാണ് എല്ലാരും അതാരാണെന്ന് തിരിച്ചറിഞ്ഞത്. ഡീമൺ ഗോഡ്, നീ എന്താണ് ഇവിടെ? ഈ സമയത്ത് അവൻ പറയുകയും ചെയ്യും, വെൽ ഡൺ ഗൈസ്. ഈ കാണുന്ന ഇയോൺ ചേന്റെ രൂപം എന്ന് പറയുന്നത് പുതിയ നാനോ സ്യൂട്ട് ആണ് കേട്ടോ. അതായത് നേരത്തെ നടന്ന നാനോ സ്യൂട്ട് അവർ നേഴ്സിൽ ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ആ ചേഞ്ച് ചെയ്ത സ്കാൻസ് കിട്ടാഞ്ഞുകൊണ്ടാണ് പഴയത് വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. കറന്റ് ഇതാണ് നമ്മുടെ പുതിയ നാനോ സ്യൂട്ട്. ഈ നാനോ സ്യൂട്ട് ആയിരിക്കും ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ബ്ലേഡ് മാസ്റ്ററിന് നന്നായിട്ട് ദേഷ്യം വന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാഴ്ചയാണ്. കഴിഞ്ഞൊരു നൂറ്റാണ്ടായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവന്റെ സുഹൃത്തിന്റെ ഇഷ്ടപ്രകാരം അവൻ എനിക്ക് പ്യൂരിഫൈ ചെയ്ത് ഹെവൻസിലേക്ക് അയക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനി പോസിബിൾ ആണെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അവൻ ആ വാക്ക് തെറ്റിച്ച് അവന്റെ യഥാർത്ഥ രൂപം എടുത്തിട്ടുണ്ടെങ്കിൽ സുജാങ് ഉറപ്പായിട്ടും രക്തത്തിൽ മുങ്ങും. അത് ഒരു നാച്ചുറൽ അല്ല, ഡിസാസ്റ്റർ ആയിരിക്കും. ആ ഒരു ഡ്രാഗൺ സ്റ്റാളിന് ഇതിനു മുമ്പ് ചെയ്തതുപോലെ. എനിക്കറിഞ്ഞൂടാ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കത് പറ്റില്ലെങ്കിൽ നീ നീ അവരെ കൊല്ലണം. അല്ല, നീ അത് റിഗ്രറ്റ് ചെയ്തില്ലേ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്ര നാൾ അവനെ പിടിച്ചു വെച്ചിരുന്നത്. പക്ഷേ അവനെ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ട് നിരപരാധികളെ കൊല്ലാൻ എനിക്ക് സാധിക്കത്തില്ല. ശക്തിയുള്ളവരെല്ലാവരും നിരപരാധികളെ രക്ഷിക്കണം. അതാണ് മുറുമാലൻസിന്റെ ആ ഒരു പ്രതിജ്ഞ. ഇത്രയും ശക്തി ഉണ്ടായിട്ട് പോലും അവൻ ഇവിടെ തന്നെ നിന്ന് ബാക്കിയുള്ളവരെല്ലാവരെയും രക്ഷിക്കാനായിട്ട് നോക്കി. സത്യം പറഞ്ഞാൽ അവൻ ഒരേ സമയം ബ്രേവും അതേസമയം നിഷ്കളങ്കനുമാണ്. മുറുമാലൻസുള്ള മാർഷൽ ആർട്സ് അവന്മാർ ഇദ്ദേഹത്തിനെ കണ്ടുവേണം പഠിക്കാനായിട്ട്. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെന്നാലോ? എന്ത്? ഓൾറെഡി ഞാൻ എൻ്റെ കംപ്ലീറ്റ് മാക്സിമം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവൻ എൻ്റെ ഒപ്പം തന്നെ നിൽപ്പുണ്ട്. അതിലുപരി അവൻ ഇനി സ്പീഡിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്ത സെക്കൻഡിലാണ് അതങ്ങോട്ട് സംഭവിച്ചത്. ഇവന്റെ ശരീരമൊക്കെ നൈസ് ചേഞ്ച് ആനായിട്ട് തുടങ്ങി. ആ ക്യൂ ഇത് കണ്ട് അമ്പരന്ന് അവിടെ നിന്നു. ഞാൻ എന്തായാലും മുന്നിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവടെ നേരെ പാഞ്ഞ് ജ്ഞാനസ്യോട്ട് അവിടേക്ക് ചെന്നു. ഇത് കാണാൻ നേരത്ത് അവൻ പറയും ചെയ്യും, അല്ല അതെന്തുവായിരുന്നു ഇപ്പോ? ജ്ഞാനോന്റെ ആ ഒരു സ്യൂട്ടുള്ള കാരണം തന്നെ ഇവന് കുറച്ചുകൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു. അവൻ നേരെ ആകാശത്തിലേക്ക് പറന്ന് ഉയർന്നു. എന്നിട്ട് സ്കാൻ ചെയ്ത് നമ്മുടെ വിൻ വൈറ്റ് ടൈഗറിനെ ലോക്കും ചെയ്യുന്നുണ്ട്. സോ അതാണല്ലേ ദി സെൻട്രലൈസേഷൻ ഓഫ് പവർ. ഇതേ സമയത്താണ് വിൻ വൈറ്റ് ടൈഗർ ബ്ലേഡ് മാസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും വലിയ ലേക്കാണ് അവൻ നിസ്സാരമായി തന്നെ ഇങ്ങോട്ട് ഫ്രോസ് ചെയ്തത്. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് അവൻ പൊട്ടോള പാലസിലേക്ക് പോയിരുന്നു, ആ ഒരു ഗ്രേറ്റ് പെങ് എസൻസിന്റെ. അപ്പോൾ ആ മനുഷ്യനാണ് ദ ബ്ലേഡ് മാസ്റ്റർ അല്ലേ? ഞാനോ തൽക്കാലം നീ വിൻ വൈറ്റ് ടൈഗറിന്റെ എസൻസ് സ്കോർന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് നോക്കിക്കേ. അങ്ങനെ ഞാനത് സ്കാൻ ചെയ്യേ ആ ഒരു എനർജി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പ്ലേസ് കണ്ടുപിടിക്കുകയും ചെയ്തു. അത് ചെസ്റ്റിലാണ്. ഓൾറൈറ്റ്, അതെന്തായാലും നമുക്ക് എടുക്കണം. തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യണ്ട, അവരുടെ ഫൈറ്റ് നടക്കട്ടെ. എന്തായാലും നല്ല കട്ടക്ക് തന്നെ അത് പോകുന്നുണ്ട്. ബ്ലേഡ് മാസ്റ്ററിന്റെ അറ്റാക്ക് കാരണം അവൻ വീക്കാകുന്ന സമയത്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇവൺ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ സക്സീഡ് ചെയ്തു. ഇത് ശരിക്കും ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ക്യൂയാണ്. ഇതേ സമയത്ത് വേദനിച്ചുകൊണ്ട് ആ നേരെ നിലത്തേക്ക് കിടക്കുവാണ്. എന്നിട്ട് അവിടെ കിടന്ന് പിടയുന്നുണ്ട്. കണ്ടിട്ട് ഒരു മാർഷൽ ആർട്സിന്റെ ഡാൻഡിന് പോകുന്ന അതേ വേദന തന്നെയായിരിക്കും ഇവനും അനുഭവിക്കുന്നത്. പക്ഷേ സുപ്രീം സേവർ എടുക്കാതിരിക്കാൻ എനിക്ക് മറ്റേ ഡീമൺ ഗോഡ്, നിനക്ക് നാണമില്ലടാ, മറ്റുള്ളവരുടെ സാധനമാണ് ഇങ്ങനെ കട്ടെടുക്കുന്നത്. അത് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. അവന്റെ ഒരു അറ്റാക്ക് കാരണം തന്നെ ആ ടൈഗറിന്റെ ബോഡിയുടെ ഉള്ളിൽ കൂടെയാണ് അത് വന്നത്. ഡീമൺ ഗോഡ് വിചാരിച്ചതുപോലെയല്ല, അവൻ ശരിക്കും മോൺസ്റ്റർസ് ആണ്. കണ്ടിട്ട് ബ്ലേഡ് മാസ്റ്ററിനല്ലാതെ ആർക്കും അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് അവനെ കൊല്ലണം, അവൻ ഉറപ്പായിട്ടും കൊല്ലണം. ഇതേ സമയത്താണ് ബ്ലേഡ് മാസ്റ്റർ ദേഷ്യം വന്നിട്ട് ഉച്ചത്തിൽ കിടന്ന് അലറിയത്, ഡീമൺ ഗോഡ്. എന്നിട്ട് നമ്മുടെ ഇയോണവനെ നോക്കുകയും ചെയ്തു. അടുത്ത സെക്കൻഡ് തന്നെ ഒരു കൗണ്ടർ ചെയ്തുകൊണ്ട് ബ്ലേഡ് മാസ്റ്റർ മുകളിലേക്ക് വന്നു. എന്നാൽ ഇയോണയുടെ അവന്റെ ഫോംലെസ് ബ്ലേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനങ്ങോട്ട് കംപ്ലീറ്റ്ലി കൗണ്ടർ ചെയ്തു. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നേരെ നിലത്തേക്ക് വരികയും അവരൊക്കെ അവിടുന്ന് ഓടി മാറുന്നുമുണ്ട്. ഡീമൺ ഗോഡ്, ആ ഒരു എസൻസ് സ്കോർ മര്യാദക്ക് എനിക്ക് താ. അല്ല, നീ നീ ആരാണ്? ഞാൻ വിചാരിച്ചിരുന്നത് നിനക്ക് എല്ലാം മനസ്സിലാകുമെന്നാണ്. ഞാനാണ് ബ്ലേഡ് ആർട്സിൽ പിനക്കൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ആ സുപ്രീം സെവറിനെ ഡിവൈൻ മാർഷൽ ആർട്സ് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവന്റെ നേരെ പാഞ്ഞു വരും.
അവൻ ചെയ്യുന്ന അറ്റാക്സ് അത് ബ്ലേഡ് പോലും പുറത്തേക്ക് എടുക്കാഞ്ഞിട്ടാണ്. ശരിയാണ്, ബ്ലേഡ് ആർട്സിൽ അവൻ എന്തായാലും പീക്കിൽ തന്നെയാണ്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്റെ വിരലിൽ കൊണ്ട് ഇവൻ ആ എല്ലാ അറ്റാക്സും അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. പെട്ടെന്നാണ് ഷിഫ്റ്റ് ക്ലോൺ ടെക്നിക് യൂസ് ചെയ്ത് അവൻ നേരെ ബാക്കിലേക്ക് വന്നത്. എന്നിട്ട് അവന്റെ പിന്നിൽ കൂടെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാനിട്ട് പോയി അവന്റെ കൈ മുറിച്ചെടുക്കാൻ. എന്നാൽ അടുത്ത സെക്കൻഡ് ബ്ലേഡ് മാസ്റ്റർ ഞെട്ടിത്തെറിച്ചു പോയി. ആ ബ്ലേഡ് വരുന്ന സ്ഥലത്തേക്ക് ഇവൻ ആ എസൻസ് സ്കോർ അങ്ങോട്ട് നീട്ടി വെച്ചു. വെട്ടി, നീ ആ എസൻസ് സ്കോർ ഷീൽഡായിട്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അവൻ നേരെ ആ ഒരു അറ്റാക്കിന്റെ ട്രജക്ടറി മാറ്റി അവന്റെ കഴുത്തിലേക്ക് കൊണ്ടുപോയി. അടുത്ത സെക്കൻഡിലാണ് അവൻ നേരെ കിടുങ്ങിപ്പോയത്. എന്നിട്ട് നേരെ ഒന്നും നോക്കാതെ ബാക്കിലേക്ക് ചാടി. കാര്യം മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു അറ്റാക്ക് വന്നിരുന്നു. അതെന്താണ്, പ്രൊജക്റ്റിലുള്ള ഓറയല്ലേ? അല്ല, എന്റെ മുകളിൽ. അപ്പോഴാണ് അവനത് കാണുന്നത്. എന്ത്, ഐസോട്സോ? അതും എൻഹാൻസ് ആണുള്ള എനർജി ഉള്ളത്. ആ ഒരു ഗ്രേറ്റ് പെങ്ങിന്റെ ഈ എനർജി യൂസ് ചെയ്ത് എനിക്കും ഷാർപ്പനായുള്ള ഐസോട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പറ്റും. പക്ഷെ എനിക്കിപ്പോഴും എൻഹാൻസ് എനർജി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറ്റില്ല. ഞാൻ എത്രയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും എനിക്കത് മാത്രം പറ്റില്ല. ഇത് ശരിക്കും സർപ്രൈസിംഗ് ആണ്. 20 വർഷത്തിന് മുമ്പ് ഞാൻ നിന്നെപ്പോലെ ഒരു മാർഷൽ ആർട്സിന്റെ എതിരെ വന്നിരുന്നു. പക്ഷേ നീ ആ എസൻസ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ കിടന്ന് അലറുകയാണ്. അടുത്ത സെക്കൻഡ് അവരുടെ ചുറ്റിനുണ്ടായിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററുടെ കുറേയധികം ഐസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവരുടെ ചുറ്റിനും ഒരു ഗോളം പോലെ സൃഷ്ടിച്ചു. എനിക്ക് എൻഹാൻസ് എനർജി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് ഐ സോഴ്സ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ട് ഇവന്റെ ചുറ്റിനും ആ ഒരു ഐ സോഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവന്റെ നേരെ അയക്കുകയും ചെയ്യും. പക്ഷേ മച്ചാൻ അനങ്ങത്ത് പോലുമില്ല. അവൻ അവിടെ അങ്ങോട്ട് നിൽക്കുകയാണ് ചെയ്തത്. അടുത്ത സെക്കൻഡ് അതെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. എന്ത്, എല്ലാം സ്റ്റോപ്പ് ചെയ്യപ്പെട്ടോ? അതിനർത്ഥം അവന്റെ ട്രൂ ക്യൂവിനെ ഓവർ ചെയ്തെന്നാണോ? ബ്ലേഡ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഐസും കൂടെ അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനട്ടെ ഡോഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ പുറകെ തന്നെ വന്നു. ഇതെല്ലാം വെറും ഐസാണെന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ ഫോംലെസ് സോഡ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. ഈ അർത്ഥമില്ലാത്ത ട്രിക്ക് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്നാൽ പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ച് പോയത്. അവന്റെ ചുറ്റിനും ഈ ഒരു ഐസ് സോഴ്സ് ആയിരുന്നു. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, ഈ ഹെവൻലി ഫ്ലാഷ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് അറ്റാക്ക് മാത്രമല്ല. കാര്യം ഇപ്പോൾ ബ്ലേഡ് മാസ്റ്ററിന്റെ 4 സൈഡിലും ഈ ഒരു ഐ സോഴ്സ് മാത്രമായിരുന്നു. എടാ നായേ! അടുത്ത സെക്കൻഡ് ബ്ലേഡ് മാസ്റ്റർ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു അറ്റാക്ക് ലിറ്ററലി സ്പേസിനെ ബെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയോൺ ചെയ്ത ഓരോ അറ്റാക്സും അവിടെ ബെൻഡ് ചെയ്ത് അത് നശിക്കപ്പെട്ടു. അത് ക്യൂ സെൻട്രലൈസേഷൻ അല്ലേ? അതിനർത്ഥം അവൻ ഹെവൻലി ഫ്ലാഷിനെ സ്റ്റോപ്പ് ചെയ്യാനിട്ട് ആ ഒരു സ്പേസിനെ തന്നെ ഫോൾഡ് ചെയ്തല്ലേ? കോമ്പാക്ട് ഡിവൈനേഴ്സ് നോക്കരുത്, ഇവൻ പുറകിലും അല്ല. ചുരുക്കം പറഞ്ഞാൽ ഇവൻ കുറച്ചുകൂടെ ഹാർഡറാണ് ഫൈറ്റ് ചെയ്യാനായിട്ട്. കാര്യം ഒരു മിത്തിക്കൽ ക്രീച്ചറിന്റെ ആ ഒരു എസൻസ് സ്കോർ ഉള്ളത് കാരണം. അല്ല, ഇത് ശരിക്കും മനുഷ്യർ തമ്മിലുള്ള ഫൈറ്റാണോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ബ്ലേഡ് മാസ്റ്റർ ശരിക്കും പുഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും മോൺസ്റ്റേഴ്സ് തന്നെയാണ്. അടുത്ത സെക്കൻഡിലാണ് ഉച്ചത്തി അത് കിടന്ന് അലറിയത്. അത് കേട്ടപ്പോ അവർ രണ്ടുപേരും ഞെട്ടി പോകുകയും ചെയ്തു. പിന്നെ കാണുന്നത് ആ കാലെടുത്ത് വെച്ചിട്ട് നമ്മുടെ വിൻ വൈറ്റ് ടൈഗർ ഉയർത്ത് എഴുന്നേറ്റതാണ്. അല്ല, എന്ത്, അവന്റെ എസൻസ് സ്കോർ വരെ ഞാൻ എടുത്തു, എന്നിട്ടും അത് മരിച്ചില്ലേ? ദേഷ്യം വന്നതായിട്ട് ഉച്ചത്തിൽ കിടന്ന് അലറാനായിട്ട് തുടങ്ങി. ആ ഒരു അലർച്ച വളരെ പവർഫുൾ ആയിരുന്നു. പെട്ടെന്നായിരുന്നു മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു സാധനം വന്ന് അതിനിടിച്ച് നേരെ നിലത്തേക്കിട്ടത്. പിന്നെ കാണുന്നത് അത് വീണ്ടും നിലത്ത് കിടക്കുന്നതാണ്. അല്ല, ആ കാണുന്നത് അത് കോമ്പാക്ട് ഡിവൈൻ അല്ലേ? ആ ഒരു മോൺസ്റ്റർ, അവരാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തോൽവി എന്നതെന്ന് എനിക്ക് കാണിച്ചു തന്നത്. അവൻ കാരണമാണ് ദ ഗ്രേറ്റ് പ്ലാൻ ഇത്രയധികം ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെട്ടത്. ഞാൻ ഐസൊലേഷൻ ട്രെയിനിങ്ങിൽ പോകാനുള്ള കാര്യം അവനാണ്. ഈ 20 വർഷത്തിന് ശേഷം അവനൊരു വ്യത്യാസവുമില്ല. പക്ഷെ എൻ്റെ വലത്തെ കൈക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ടും ഇടത്തേക്ക് യൂസ് ചെയ്ത് ആ ഒരു മോൺസ്റ്ററെ അവൻ ടേക്ക് ഡൗൺ ചെയ്തു. ഇപ്പൊ ഡീമൺ ഗോഡ് മാത്രമല്ല കോമ്പാക്ട് ഡിവൈൻ ഉണ്ടെന്നോ? ഞാൻ വിചാരിച്ചത് ഡീമൺ ഗോഡ് ഇവനെ കൊന്നെന്നാണ്. പക്ഷേ അല്ല, അവന്റെ വലത്തെ കൈ കംപ്ലീറ്റ്ലി. അതിനർത്ഥം ഡീമൺ ഗോഡിന്റെ മുമ്പിൽ അവൻ തോറ്റുപോയെന്നാണോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഡീമൺ ഗോഡ് ആർക്കും ദേ എന്തെന്ന് കാണിച്ചിട്ടില്ല. അതിനർത്ഥം ആ ഫൈറ്റ് ചെയ്തതിന്റെ ഇടയിലായിരിക്കും ഈ വിൻ വൈറ്റ് ടൈഗറിന്റെ കാര്യം കേട്ട് അവരിവിടേക്ക് വന്നത്. അപ്പൊ പിന്നെ ഇതൊരു ബെസ്റ്റ് ചാൻസ് തന്നെയാണ്. കോമ്പാക്ട് ഡിവൈൻ അവിടേക്ക് നോക്ക്. ആ ഒരു വിൻ വൈറ്റ് ടൈഗറിന്റെ എസൻസ് സ്കോറോ? അപ്പോഴാണ് അവനത് കാണുന്നത്. അപ്പോൾ ഓൾറെഡി അവനത് എടുത്തല്ലേ? ഞാൻ പറഞ്ഞിരുന്നു അതെടുക്കണമെന്ന്. പക്ഷെ അവൻ ഇത്ര വേഗത്തിൽ തന്നെ. എങ്കിലും നീ എന്താണ് മരിക്കാഞ്ഞത്? ഒരു മിത്തുകൾ ക്രീച്ചർ എസൻസ് സ്കോർ നഷ്ടപ്പെടാനടുത്ത് മരിക്കേണ്ടതാണല്ലോ. കോമ്പാക്ട് ഡിവൈൻ, നീ എന്ത് ചെയ്യുവാണ്? ആ വിൻ വൈറ്റ് ടൈഗറിന്റെ എസൻസ് സ്കോർ അവന് കിട്ടിയിട്ടും നീയൊന്നും ചെയ്യുന്നില്ലേ?
അതോ നീ ആ ഫൈറ്റിൽ തോറ്റത് കൊണ്ടാണോന്ന് ചോദിച്ചപ്പോ അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അത് നേരെ അവരുടെ നേരെ വരികയും പെട്ടെന്നായിരുന്നു രണ്ട് സുപ്രീംസും കൂടെ അവിടേക്ക് ചാടി വന്നത്. ഹ്വാങ്ഹ്യുൽ ബാക്കിലേക്ക് മാറാൻ പറഞ്ഞിട്ട് അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്തത്. അതിന്റെ ആഘാതം വളരെ സ്ട്രോങ്ങർ ആയിരുന്നു. നാശം, ഇവൻ എങ്ങനെ എടുത്ത സ്ട്രോങ്ങർ? പിന്നെ കാണുന്നത് അവർ രണ്ടുപേരും തെറിച്ച് പോകുന്നതാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദ ഗ്രേറ്റ് സുപ്രീംസ് നോക്കാൻ നിർത്ത്, അവർ രണ്ടുപേരും നിലത്ത് വീണ് കിടക്കുകയാണ്. ഗ്രേറ്റ് സുപ്രീംസ്, എന്തെങ്കിലും പറ്റിയോ? ഇവർ രണ്ടുപേരും 5 ഗ്രേറ്റ് മാർഷൽ ആർട്സിന് കമ്പയറബിൾ ആയിട്ടുള്ളതാണ്. അതിനു പുറമെ അവർ രണ്ടുപേരും ഇതിനു മുമ്പത്തെ ബ്ലേഡ് മാസ്റ്ററിനുള്ള കാൻഡിഡേറ്റ്സിൽ ഉള്ളതായിരുന്നു. പക്ഷേ എന്നിട്ടും ലെഫ്റ്റ് സുപ്രീം ക്യൂ എത്രയും പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്യും. വിട്ടുകൾ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ 20 വർഷത്തിന് മുമ്പുള്ള നാണക്കേട് ഒതുക്കാനായിട്ടാണ് അവർ ചെയ്യുന്നത്. എങ്കിലും എനിക്കിപ്പോൾ ഡീമൻ ഗോന്റെ ഭാഗത്ത് നിന്ന് കണ്ണെടുക്കാനും പറ്റത്തില്ല. ഹ്വാങ്ഹ്യുൽ, കോമ്പാക്ട് ഡിവൈനെ മര്യാദക്ക് സ്റ്റോപ്പ് ചെയ്തോണം. ഞാനിപ്പോൾ ഡീമൻ ഗോന്റെ കാര്യം നോക്കിക്കോളാം. മനസ്സിലായി? സുപ്രീം സേബറല്ല, എല്ലാരും കേൾക്കാനാണ് ഈ പറയുന്നത്. നമ്മുടെ ശത്രു ഇനി മുതൽ കോമ്പാക്ട് ഡിവൈൻ ആയിരിക്കും. അവന് എന്ത് വിലെടുത്ത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ നേരെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ ഒരു ഗർജനം വീണ്ടും കേട്ടത്. ചുരുക്കം പറഞ്ഞ നമ്മുടെ വിൻ വൈറ്റ് ടൈഗർ ഉയർത്ത് എഴുന്നേറ്റു. നാശം, ഇതുവരെ മരിച്ചില്ലേ? ഞാൻ വിചാരിച്ചത് ആ ഒരു പഞ്ച് കാരണം. എന്താണ് ഈ കാണുന്നത്? അവന്റെ മർഡറസ് അല്ല ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അവന്റെ എസൻസ് സ്കോർ നഷ്ടപ്പെട്ടതിന് ശേഷം എന്റെ അൾട്ടിമേറ്റ് ഉള്ള അറ്റാക്ക് എൻഡോർ ചെയ്തതിനു ശേഷം അവൻ എഴുന്നേക്കുന്നു. ഇതെന്താടാ നീ ചെയ്യുന്നത്? നീ മരണത്തിനെ ഓവർ പവർ ചെയ്യുവാണോ നിന്റെ ദേഷ്യവും പ്രതികാരവും കൊണ്ട്? അതിനുശേഷം നമ്മൾ കാണുന്നത് വിൻ വൈറ്റ് ടൈഗർ ഉയർത്ത് എഴുന്നേറ്റതാണ്. എന്നാൽ ഇത്തവണ എഴുന്നേറ്റപ്പോൾ അവന്റെ ചുറ്റിനും ഒത്തിരിയധികം ഡേഞ്ചറസ് ആയുള്ള ആ ഒരു ടൊർണാഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്.